എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. SK23 സിനിമയുടെ ടൈറ്റിൽ ഇന്ന് വരും, പിന്നെ ടീസറും വരും. എന്താണ് ടൈറ്റിൽ എന്ന് പറയുന്നത് അറിയോ? മദ്രാസ്. മദ്രാസ് 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 എന്നുള്ളൊരു സിനിമ വന്നിട്ടുള്ളതല്ലേ? വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. മദ്രാസ് മദ്രാസ് ഉണ്ട്, പിന്നെ മദ്രാസ്കാരൻ വന്നിട്ടുണ്ട്. പുതിയതായിട്ട് മദ്രാസ്കാരൻ വന്നു. അതെ, നമ്മുടെ സൈനിക നായകനായ സിനിമയാണ്. അപ്പം മാറും. അല്ല, നമുക്ക് കിട്ടിയ ശക്തമായ റിപ്പോർട്ട് പ്രകാരം അത് തന്നെയായിരിക്കും എന്നുള്ളതാണ്. മദ്രാസ് കുഴപ്പമില്ല. ഓക്കെ, ശിവകാർത്തികേയൻ നായകനാവുന്ന സിനിമയാണ്. രുക്മിണി വസന്താണ് സിനിമയിലെ നായിക. നമ്മുടെ AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന സിനിമ. അതായത് സിക്കന്ദർ എന്ന സിനിമയും ഇതിൻ്റെ കൂടെ തന്നെ ആള് ചെയ്യുന്നുണ്ട്. സിക്കന്ദർ കഴിയാനായിട്ടുണ്ട് കേട്ടോ. SK23യും അതായത് ഈ മദ്രാസ് സിനിമയും ഇപ്പോൾ ഏതാണ്ടൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ദർബാർ ലാസ്റ്റ് ചെയ്ത സിനിമ ചുമ്മാ കിഴി കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ അവിടെ കറക്റ്റാ. അതെങ്ങനെ നോക്കിയാലും അങ്ങനെ തന്നെ. ഒരേ വേവ്ലെങ്ത്. എന്താണെങ്കിലും അതിന് ശേഷം ചെയ്യുന്ന 2 സിനിമകളാണ് അടുപ്പിച്ച് വരാനുള്ളത് കേട്ടോ. ഒന്ന് സിക്കന്ദറും ഒന്ന് മദ്രാസ്. മദ്രാസ് എന്ന് പറയുന്നു, ഉറപ്പിച്ചിട്ടില്ല. അല്ലെ, ഒന്ന് ബോളിവുഡിൽ നിന്നും ഒന്ന് തമിഴിൽ നിന്നും. അമരൻ എന്ന സിനിമയായിരുന്നു നമ്മുടെ ശിവകാർത്തികേയൻ്റെ അതായത് ലാസ്റ്റ് വന്ന സിനിമ. അത് 300 കോടിക്ക് മുകളിലാണ് അതിൻ്റെ കളക്ഷൻ നേടിയത്. പിന്നെ 100 ദിവസം തിയേറ്ററിൽ കളിച്ചു. അതെ, അതൊരു നേട്ടം തന്നെയാണ്. പിന്നെ ഈ സിനിമയ്ക്ക് പിന്നെയും പ്രത്യേകതകളുണ്ട്. നമ്മുടെ മലയാളത്തിൽ നിന്നുണ്ട് ഒരുപടി താരങ്ങൾ. അതായത് ബിജു മേനോനുണ്ട്. ബിജു മേനോനുള്ള വലിയൊരു ക്യാരക്ടർ തന്നെയാണ് ചെയ്യുന്നത്. അതെ, അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്, കുറെ പ്രത്യേകതകളുണ്ട്. ലാലേട്ടൻ വെച്ചതായിരുന്നു. അതെ, അതാണ് ബിജു മേനോനിലേക്ക് മാറിയത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമരൻ അത് തന്നെയാണ് മുന്നിൽ കിടക്കുന്ന വലിയൊരു മല. അതിന്റെ ഒപ്പമെങ്കിലും എത്തണ്ടേ സിനിമ. അതൊരു ഇതാണ്. എന്താണെങ്കിലും AR മുരുകദാസ് എന്ന ഡയറക്ടറിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. മിടുക്കനായിരുന്നു. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചല്ലേ. മുടുക്കനായിരുന്നു. എന്തായാലും തിരിച്ചു വരും. പഴയ വീരത്തോടെ ആള് തിരിച്ചു വരും. ഓക്കെ, എന്തായാലും SK ഇപ്പൊ കൂടെ ഉണ്ടല്ലോ. ഇന്നലെ ഇന്ന് ആളുടെ ബർത്ത്ഡേ ആണല്ലേ? ശരി, ഇന്ന് ബർത്ത്ഡേ ആണല്ലോ ശിവകാർത്തികേയന്റെ. എന്റെ പൊന്നു മോനെ കുട്ടാ, മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. യെസ്. ഓക്കെ, താലം കൈമാറിയതിനു ശേഷം ആൾക്ക് പവർ കുറച്ച് കൂടുതലാ. അതാണ്, അത് വേറെ സത്യം. ഇതിന്റെ ഒരു മോഷൻ പോസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുള്ള. ഓർത്തപ്പോഴാണ് ബർത്ത്ഡേ ആണല്ലോ എന്നുള്ള ഓർത്ത്. അനിരുദ്ധ് BGM മറന്നു. ചില്ലുപൊട്ടലാണല്ലോ. ഞാനത് കടിച്ചു പിടിച്ചു. കാരണം അനിരുദ്ധിനെ മറന്നില്ലേ ഈ സമയത്തല്ലേ ഓർത്തത്. അപ്പൊ അനിരുദ്ധിന് ദേഷ്യം വന്നിട്ട് ഇവർ എന്റെ പേര് പറഞ്ഞില്ല, കടിച്ചു പൊട്ടിക്കാന്നിരുത്തി. അതും നമ്മള് അനിരുദ്ധിന്റെ പേര് പറഞ്ഞില്ല പറഞ്ഞിട്ട് അനിരുദ്ധ് കടിച്ചു പൊട്ടിക്കാം. പിന്നെ വിഷമം തോന്നൂലേ? ആർക്കാലും വിഷമം തോന്നില്ല. അതെന്തായാലും തോന്നും, സംഭവിക്കണ കാര്യമല്ലേ. ഓക്കെ, എന്തായാലും ടൈമൊക്കെ ആയിട്ടുണ്ട്. മദ്രാസ് അടിച്ചു നോക്കാം അല്ലേ? മദ്രാസ് അടിച്ചു നോക്ക്. മദ്രാസ് ഒഫീഷ്യൽ ഫുൾ വീഡിയോ സോങ്. പക്ഷെ ആളൊന്നും ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. കാർത്തി, അത് തന്നെയാണ് മദ്രാസ് സിനിമ വന്നത്. 10 വർഷം മുമ്പ് കാർത്തിയും കാതറിൻ. 10 വർഷമായ സിനിമയൊക്കെ വന്നിട്ട് 2015. എന്റെ പൊന്നെ, കാതറിൻ ഡ്രസ് ഒക്കെ ഇപ്പൊ എവിടെയാണല്ലേ? മദ്രാസി. യെസ്, ചെറിയൊരു മാറ്റം. മദ്രാസ്കാരൻ, മദ്രാസി. ഓക്കെ, മദ്രാസി. കൊള്ളാം, നൈസ് ആയിട്ടുണ്ട് കേട്ടോ. കാണാം. 44 സെക്കൻഡ് അല്ലേ? കുറവാ. ഇന്നല്ലേ ഫസ്റ്റ് ലുക്കും വരും പറഞ്ഞത്? യെസ്. ഓക്കെ, നോക്കാം. ശ്രീലക്ഷ്മി മൂവീസ്.
മദ്രാസി. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഓ പാൻ ഇന്ത്യൻ സാധനം, പൊളി സാധനല്ലേ. കിട്ടില്ല സാധനം. ഒന്നുകൂടെ കണ്ടാലോ? കാണാം. പലതും ശരിക്കും കണ്ടില്ല. ജമാല് വില്ലനായിട്ടുള്ളത്. ആ അതെ, ആളെ കണ്ടില്ലല്ലോ. കണ്ടോ? വിദ്യുതനെ കണ്ടു. എപ്പോ? അതായത് എനിക്ക് ആ സമയത്ത് വൈബടിച്ചത് എന്താണെന്നറിയോ? നമ്മുടെ തുപ്പാക്കിയില്ലേ, ആ വൈബാണ് അടിച്ചത്. പിന്നെ റോട്ടിലാ വണ്ടികൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച സീൻ കണ്ടില്ലേ? ആ അത് കണ്ടപ്പോൾ തോന്നി എന്താണെന്നറിയോ, ഏഴാം അറിവില്ലേ, അതിലുണ്ടല്ലോ ആ ഒരു കൂട്ടം ഇടി. ഓക്കെ, ഞാൻ കണ്ടില്ലോ. ഞാൻ കാണിച്ചില്ല, ഞാൻ അതന്നെയാണ് നോക്കട്ടെ. എന്താണത്? ഈ സീൻ കണ്ടപ്പോൾ ഏറെ ഫീൽ ചെയ്തു. ഇത് ഭയങ്കര രസമായിട്ടോ ഇങ്ങനെ പൊട്ടിക്കുന്നു. ഓക്കേ, സംഭവം ചീറി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചുള്ളെങ്കിലേ പവർ 44 സെക്കൻഡേ ഉള്ളെങ്കിലും അത് അത്യാവശ്യം കാണാനുള്ളതൊക്കെ തന്നിട്ടുണ്ട്. അതെ, ശരിക്കത് ഇങ്ങനെയല്ല കാണേണ്ടത്, നല്ല സ്ലോ ആയിട്ട് കാണണം. അതെ, ഫസ്റ്റ് ലുക്കും വരൂലേ? ഫസ്റ്റ് ലുക്ക് വരും. തപ്പി നോക്കണോ? നോക്ക്, ഫസ്റ്റ് ലുക്ക് എത്തിയിട്ടുണ്ടാവായിരിക്കും. രണ്ടും ഒരുമിച്ച് ഇടുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ. കാർത്തികേയ എന്താ പേരില്ലേ? പേരും ആളും ഒക്കെ പൊളിയാ. അതെ, പേര് മാത്രമല്ല, സെലക്ഷൻ ഒരു രക്ഷയില്ല. സൈക്കോളജിക്കൽ ഇല്ലെങ്കിൽ ഇത് മിസ്സായി. പിന്നെ അത് പോയി. ഓ വന്നു 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 ഇത് അതിന്റെ തമ്പനയിൽ തന്നെയാണ്. ഇത് തന്നെയാണ് ഫസ്റ്റ് ലുക്ക് അല്ലേ? ഇത് മറ്റേ ഇന്നലെ അല്ല, ഇന്ന് രാവിലെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തതിന്റെ ആ ഒരു യൂസ് ചെയ്തിട്ടുള്ള. ഇവിടെ എന്താ സംഭവം? അതെ, ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. പട്ടിയോ? അല്ലടാ, കൊറേ ആൾക്കാരെ തൂക്കിട്ടിരിക്കാണ് ചെങ്ങനയില്. ഇതല്ല ശരിക്ക് അതൊക്കെ മനുഷ്യര് ഇതാ കാലില് കെട്ടി തൂക്കിയിട്ട് തൂങ്ങി കിടക്കുന്നതാണ്, കൈയൊക്കെ സത്യം കേട്ടോ. ലാസ്റ്റ് കൊള്ളാം കെട്ടി തൂക്കിട്ട് അടിക്കുന്നത്. ഒരു വെറൈറ്റി മ്യൂസിക് കൊടുത്തിട്ടുണ്ടല്ലടാ, ഒരു സൈക്കോ രീതിയിലുള്ള ഒരു സംഭവമൊക്കെ ഫീൽ ചെയ്യുന്ന സാധനമുണ്ട്. അതായത് ആളുടെ ഒരു ക്യാരക്ടറിനനുസരിച്ചുള്ള ഒരു പവർ കൊടുക്കുന്ന BGM വന്നിട്ടുള്ളത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ബിജു മേനോനെ കാണിക്കുന്നുണ്ട്, 2 സമയത്ത് കാണിക്കുന്നുണ്ട്. ആണ് പോലീസുകാരനാണ്. മദ്രാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സൗത്ത് ഇന്ത്യൻസിനെ നോർത്തിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ മദ്രാസി അല്ലേ, ആ ഒരു സാധനമാണ്. ആ രീതിയിലാണ് സംസാരിക്കുക, പറയാ. അതൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അഭിമന്യു, ആര്യൻ ആ സിനിമയിലൊക്കെ ഒരുപാടുണ്ട്. മദ്രാസി ആ സാധനം കുറെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും ആ ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല, മദ്രാസി എന്നൊക്കെ തന്നെയാണ് അവിടെ. അതന്നെയായിരിക്കും സബ്ജക്റ്റ്. അപ്പോ ആയിരിക്കാം ചിലപ്പോ. എന്റെ പൊന്നോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ പൊളിച്ചു. അവിടുത്തെ പോലീസ് ഓഫീസർ ബിജു മേനോൻ. അതെ, ബിജു മേനോൻ തകർക്കും അതിന്. പോലീസ് അല്ലാതെ തന്നെ അങ്ങനെ വന്ന് നിന്ന അപാര സ്ക്രീൻ പ്രസൻസ്. അപ്പൊ AR മുരുകദോസിന്റെ ഫ്രെയിമിലും കൂടി വന്നാലേ കണ്ടില്ലേ, തൂപ്പാക്കില സ്മോക്കിന്റെ ഇടയിൽ നിന്ന് വിജയ് വരുന്ന ആ സീന്. സത്യം ഉണ്ട് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. AR മുരുകദോസാണ് ഇത് ചെയ്യുന്നത്. പല സീനുകളും ഇങ്ങനെ മറക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ടാവും സിനിമയില്. ഇപ്പൊ സിക്കന്ദറിന്റെ ടീസർ ഒന്നുണ്ടായിരുന്നില്ലേ, അതിന്റെ ഫസ്റ്റ് ലുക്ക് അന്ന് തന്നെ വന്നത്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഇതില്. അതായത് ഇവിടെ മാത്രം കുറച്ച് ലൈറ്റ്, മുഖം ശരിയായ രീതിയിൽ കാണൂല. ഇതില് അത് അങ്ങോട്ട് മറിച്ചിട്ടു. ഏത് ടീസറിൽ ആളുടെ ലാസ്റ്റ് ഭാഗം ഇതേപോലെ ഇവിടെ മാത്രം കാണിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ബ്ലാക്കാണ്. ഇനി ARMന്റെ യൂണിവേഴ്സ് വല്ലതും ആണോ? ഇനി സൽമാൻ ഖാനും ശിവകാർത്തികനും കൂടി ഒരുമിക്കുമോ? ഇത് സംഭവം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ അറിയാം, സൽമാൻ ഖാൻ സെല്ലുബായിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആര് വിളിച്ചാലും യൂണിവേഴ്സ് ആക്കുകയാണ്, ഇങ്ങോട്ടൊന്ന് വരുമോന്ന് ചോദിച്ചാൽ മതി, ഓ റെഡി. വിളിക്കാൻ നിൽക്കേണ്ട താമസം
ഞാൻ റെഡിയാണെന്ന് പറയും. കാരണം എത്രത്തിലാണ് ഇത്രയും കാമ്യം ചെയ്തൊരു നടനില്ല ഒന്നും. അത് ഇത്രയും വലിയ നടൻ അല്ലേ ഇന്ത്യയിൽ വേറെ ഇത്രയും കാമ്യം ചെയ്തിട്ടുള്ള, വെറുതെ ചിരി കൊടുക്കാൻ വേണ്ടി വരെ വരും. അതാണ് എന്റെ മുന്നോ. എന്താണെങ്കിലും ഇപ്പൊ വന്ന സംഭവം വീട്ടിലും സാധനം എന്താണെങ്കിലും കാത്തിരിക്കാം ഇനി വരാനുള്ള അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടിയിട്ട്. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.